വനം വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി. പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള RRTയുടെ പരാജയമാണ് സംഭവത്തിന് കാരണമെന്നും എം പി കുറ്റപ്പെടുത്തി. കണ്ണന്റെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ഡീൻ അരിമാലിയിൽ ആവശ്യപ്പെട്ടു. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവായ ചിന്നക്കനാൽ ടാങ്കുവീട് സ്വദേശി കണ്ണൻ മരിച്ച സംഭവത്തിലാണ് വനം വകുപ്പിനെതിരെ വിമർശനവുമായി ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് ടാങ്കുകുടിക്കും ചെമ്പകത്തൊഴുക്കുടിക്കും ഇടയിലുള്ള വഴിയിൽ വെച്ചുണ്ടായ കാട്ടാന ആക്രമണത്തിലാണ് കണ്ണൻ കൊല്ലപ്പെട്ടത്. കണ്ണനെ തട്ടിയിട്ട ശേഷം ആന ചവിട്ടുകയായിരുന്നു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ ആനയെ തുരത്തി കണ്ണനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വനം വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്നും പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള RRTയുടെ പരാജയമാണ് സംഭവത്തിന് കാരണമെന്നും ഡീൻ കുറ്റപ്പെടുത്തി. കണ്ണന്റെ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കണമെന്നും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും MP അടിമാലിയിൽ ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്പൂർണമായ ഒരു വീഴ്ച, കൃത്യവിലോപം നമുക്ക് ആരോപിക്കാൻ സാധിക്കും. അപ്പോൾ അതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിന്റെ ജീവനാണ് ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ആ കുടുംബത്തെ സമ്പൂർണ്ണമായി സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ അവിടെ ശാശ്വതമായ പരിഹാരം, കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ സമ്പൂർണ്ണമായി സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ആ നാട്ടുകാരുടെ പ്രതിഷേധം ഒഴിവാകത്തുള്ളൂ. അവർ ഇപ്പോഴും പ്രതിഷേധത്തിലാണ്. അപ്പോൾ ആ കാർഷിക മേഖല സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിൽ, തോട്ടങ്ങൾ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സർക്കാർ ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Thodupuzha.